നമ്മളെല്ലാവരും ചൈൽഡ്ഹുഡിൽ ചിരിച്ചും കോമഡിയുമായി കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് ഓഗി ആൻഡ് ദ കോക്രോച്ചസ്. ആക്ച്വലി അത് അങ്ങനത്തെ കാർട്ടൂൺ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ കോമഡി കാർട്ടൂണാണ്. ഓഗി എന്ന ബ്ലൂ കാറ്റ്, അവനെ ടോർച്ചർ ചെയ്യുന്ന 3 കോക്രോച്ചസ്, ജോയ്, ഡി മാർക്കി. ഈ 3 പേരെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഓഗി ആൻഡ് ദ കോക്രോച്ചസ് ഡബിളായിട്ട് നമ്മൾ കാണുന്ന ജഗൻ, മകൻ, ഗഗൻ. ഡെയിലി കെയോസസ്, എക്സ്പ്ലോഷൻ, ഫൈറ്റ്സ്, പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിലെല്ലാം നോർമൽ. ഒരു സാധാരണ ജീവിതം നയിച്ച ഒരു ക്യാറ്റിനെ ഉപദ്രവിക്കാനായി വരുന്ന 3 കോക്രോച്ചസ് ആയിട്ടാണ് നമ്മൾ ഈ കഥയെ നമ്മളായിട്ട് വിലയിരുത്തുന്നത്. എന്നാൽ അതിന് പിന്നിൽ ഒരു ഉത്തമ കഥയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ആയിരത്തോളം എപ്പിസോഡുകൾ കൊണ്ട് നിറയുന്ന ഓഗി എന്ന കാർട്ടൂണിലെ പല എപ്പിസോഡുകളും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓരോ എപ്പിസോഡുകളുടെയും അവസാനം നമ്മളെ ഉണർത്തുന്ന ചോദ്യങ്ങളാണ് എന്തുകൊണ്ട്. ഓഗി എന്തുകൊണ്ടായിരിക്കും ഒരിക്കലും ആ വീട് വിട്ടുപോകാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും വയലൻസ് ഉണ്ടായിട്ടും ആർക്കും സീരിയസ് ഇഞ്ചുറീസ് ഇല്ലാത്തതെന്ന്? എന്നാൽ ഇതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ഫാൻ തിയറി പ്രകാരം ഇതിൻ്റെ പിന്നിലെ വളരെ ഡാർക്കായ ഒരു സ്റ്റോറി അവർ പറഞ്ഞത്. 90s സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ഒരു സീക്രട്ട് കെമിക്കൽ ലബോറട്ടറി ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഒഫീഷ്യലി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അവിടെ ആനിമൽസിനെ ഡേഞ്ചറസ് എക്സ്പെരിമെൻറ്റ്സ് നടത്തുമായിരുന്നു. ഇൻ്റലിജൻസ് ഇൻക്രീസ് ചെയ്യാനും റേഡിയേഷൻ എഫക്ട്സ് ടെസ്റ്റ് ചെയ്യാനും സയൻറ്റിസ്റ്റ് പല ക്രിയേച്ചേഴ്സിനെയും യൂസ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റിൽ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഓഗി. എന്നും സാധാ ലൈഫ് ജീവിച്ചിരുന്ന ഓഗി ഒരു നോർമൽ പീസ്ഫുൾ ക്യാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ സയൻറ്റിസ്റ്റ് ഓഗിയെ സെലക്ട് ചെയ്തതും. ലേസി ആയ ഒരു ക്യൂട്ട് ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ എക്സ്പെരിമെൻറ്റിന് വണങ്ങുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു രാത്രി എക്സ്പെരിമെൻറ്റ്സ് കൺട്രോൾ വിട്ടുപോയി. ഒരു മാസീവ് എക്സ്പ്ലോഷൻ ടോക്സിക് കെമിക്കൽസിനെ ആ സിറ്റി മുഴുവൻ തുറന്നു വിട്ടു. ഒഫീഷ്യൽ റിപ്പോർട്ട്സ് പറഞ്ഞത് ആക്സിഡൻറ്റിൽ എല്ലാവരും മരിച്ചു എന്നാണ്. എല്ലാ ആനിമൽസും മണ്ണിലടിഞ്ഞ് ചേരുമ്പോഴേക്കും ഓഗി മാത്രം അത് സർവൈവ് ചെയ്തിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അവനെ തുടരാനായി 3 കോക്രോച്ചസും. ഈ 3 കോക്രോച്ചസിനെയാണ് നമ്മൾ ജഗൻ, മകൻ, ഗഗൻ അല്ലെങ്കിൽ ഡി ജോയ്, മാർക്കി എന്ന് പറഞ്ഞ് ഇതിലറിയുന്നത്. അവരൊരു ഓർഡിനറി ഇൻസെക്ട്സ് അല്ല, ലബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ക്രിയേച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഹ്യൂമൻ പോലെ സംസാരിക്കാൻ കഴിയുന്നത്. എന്നാൽ അവർ എല്ലാം മനസ്സിലാക്കി ഓഗിയുടെ സമാധാനം കളയാൻ വേണ്ടിയായിട്ടാണ് കഥയിൽ വരുന്നത്. എന്നാൽ ഒറിജിനലി അത് അങ്ങനെയല്ല. വെറും ഒരു കോക്രോച്ചസ് നിന്ന് ശല്യപ്പെട്ടു പോകുന്ന ഒരു പൂച്ചയായിട്ടാണ് ആ കഥ കൊണ്ടുപോകുന്നതെങ്കിലും അതങ്ങനെയല്ല എന്ന് ഫാൻ തിയറി വരെ ബേസ് ചെയ്ത് കുറേ റിപ്പോർട്ട്സ് നമുക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിഷ്യലി ഓഗി അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ ട്രൈ ചെയ്തു. പോയ്സൺ ട്രാപ്സ്, എക്സ്പ്ലോഷൻസ് എല്ലാം യൂസ് ചെയ്തു. പക്ഷേ ഷോക്കിംഗ് ആയ കാര്യം എന്താണെന്നാൽ അവർ ഒരിക്കലും മറിക്കുന്നില്ല. എത്ര ഡേഞ്ചറസ് ആക്സിഡൻറ്റ് നടന്നാലും നെക്സ്റ്റ് ഡേ അവർ വീണ്ടും തിരിച്ചു വരും. ദ ബേസ് ഓഫ് ദ സ്റ്റോറി ഈസ് എൻഡ്ലെസ്. ഈ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻഡ്ലെസ് എന്ന വാക്കുകൊണ്ട് ഈ കഥയ്ക്ക് എത്രത്തോളം സാമ്യമുണ്ടെന്ന്. എത്ര വട്ടമൊക്കെ അവർ ഒഴിപ്പിച്ചാലും ഇല്ലെങ്കിൽ അവർ ഓരോ എപ്പിസോഡുകളായി ചത്തുപോയാൽ തന്നെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നോർമലായി വരുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ വരി. സ്ലോലി ഓഗി മനസ്സിലാക്കി ഇത് നോർമൽ അല്ല. അവർ അവനെ കൊല്ലാൻ വേണ്ടിയല്ല വന്നത്, അവനെ മെൻ്റലി ടോർച്ചർ ചെയ്യാനാണ്. കാർട്ടൂണിൽ നമ്മൾ കോമഡിയായി കാണുന്ന എല്ലാ ഇൻസിഡൻസും ആക്ച്വലി ഓഗിയുടെ എൻഡ്ലെസ് സഫറിംഗ് ആണ്. ഒരു എപ്പിസോഡിൽ ഓഗി റിലാക്സ് ചെയ്യാൻ നോക്കും, അപ്പോൾ കോക്രോച്ചസ് വന്ന് അവനെ പീസ് ഡിസ്ട്രോയ് ചെയ്യും. സ്ലീപ്പ് ചെയ്യാൻ നോക്കും, അവനെ ടോർച്ചർ ചെയ്യും. ഇത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട്? ഇതിനും ഒരു ഉത്തരം തന്നെയാണ് നമ്മുടെ ഫാൻ തിയറി തന്നിട്ടുണ്ട്. ഫാൻ തിയറി പറയുന്നത് ലബോറട്ടറി എക്സ്പ്ലോഷന് ശേഷം സയൻറ്റിസ്റ്റ് ഓഗിയെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ആ വീട് ആക്ച്വലി ഒരു നോർമൽ വീടല്ല, ഹിഡൻ എക്സ്പെരിമെൻറ്റ് ചേംബറാണ്. ക്യാമറാസ് കൊണ്ട് നിറഞ്ഞ ഈ വീട് സയൻറ്റിസ്റ്റ് ഓഗിയുടെ റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്യുന്നു. ജോയ്, ഡി മാർക്കി, ജഗൻ, മകൻ, ഗഗൻ എന്നിവർ അവനെ മെൻ്റലി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത മ്യൂട്ടേറ്റഡ് ക്രിയേച്ചേഴ്സ് ആണ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ റിപ്പോർട്ട്. അതുകൊണ്ടാണ് കാർട്ടൂണിൽ പോലീസും നെയ്ബേഴ്സും സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാത്തത്. അത്രയും അടുത്തുണ്ടായിട്ട് പോലും നമുക്കറിയാനുള്ള ബോബ് എന്ന ക്യാരക്ടർ പോലും എന്തുകൊണ്ടാണ് ഓഗി ഇത്രയ്ക്കും ആ വീട്ടിൽ സഫർ ചെയ്യുന്നത് എന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ബിക്കോസ് അതൊരു റിയൽ വേൾഡ് അല്ല, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് സോണാണ്. ഏറ്റവും ക്രീപ്പി ആയ ഡീറ്റെയിൽ എന്താണെന്നാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. കാർട്ടൂണിൽ ജാക്ക് വന്നാൽ മാത്രം കോക്രോച്ച് കുറച്ച് ഫിയർ കാണിക്കും. ഫാൻ തിയറി പ്രകാരം ജാക്കും ലബോറട്ടറിയിലെ അവൻ മെൻ്റലി സ്ട്രോങ്ങർ ആയിരുന്നു. അതുകൊണ്ട് കോക്രോച്ചസിനെ
അവനെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലർ ബിലീവ് ചെയ്യുന്നത് ബോബ് ആക്ച്വലി റിയൽ അല്ല എന്നാണ്. ഓഗിയുടെ ലോൺലി മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ഇമാജിനറി ക്യാരക്ടറാണ്. ബിക്കോസ് ഓഗി കംപ്ലീറ്റ്ലി എലോൺ ആണ് ആ എക്സ്പെരിമെന്റ്. കാർട്ടൂൺ എൻഡിങ്ങിൽ ഒരിക്കലും പ്രോപ്പർ ക്ലോഷ്യർ കൊടുക്കാത്തതിന്റെ റീസൺ ഇത് തന്നെ. സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ് ആൻഡ് ചെയ്യുന്നില്ല, ഓഗിയുടെ സഫറിങ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് എത്ര എപ്പിസോഡ് കഴിഞ്ഞാലും ഓഗി ഒരിക്കലും എസ്കേപ്പ് ചെയ്യാത്തത്, കോക്രോച്ചസ് ഒരിക്കലും ഡിസപ്പിയർ ആകാത്തത്, ആ വീട് ഒരിക്കലും സൈലന്റ് ആകാത്തത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓഗി ആൻഡ് ദ കോക്രോച്ചസ് കണ്ടു ചിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് നോക്കൂ. മേ ബി ഇതൊരു കോമഡി കാർട്ടൂൺ അല്ല, മേ ബി ഇതൊരു ട്രാപ്ഡ് സോളിൻ്റെ എൻഡ്ലെസ് നൈറ്റ്മെയർ ആണ്. നിങ്ങൾ ഈ ഓഗിനെ കാണുമ്പോൾ ഇത് ഇമാജിൻ ചെയ്ത ആ കാർട്ടൂൺ കണ്ടു നോക്കൂ. അതിൻ്റെ ഒരു വേറെ ലൈവ് ആൻഡ് ഡാർക്ക് സീക്രട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. So with this theory, let me conclude. It's me, Mallu Mysteries, signing out.